എല്ലാവർക്കും ഇതൊരു മറ്റൊരു സിനിമ, അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നൊരു സിനിമ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, എപ്പോഴും പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പാട് തോന്നിയില്ല അഭിനയിക്കാനായാലും. നിരവധി സംസ്ഥാന കേന്ദ്ര ഫിലിം അവാർഡുകൾ, ദേശീയ തലത്തിൽ തമിഴ്, തെലുഗു, കന്നഡ സിനിമകളിൽ തിളങ്ങുന്ന ചിത്രത്തിൻ്റെ ഈ ഒരു തുടക്കത്തിന് സാക്ഷിയാവാൻ വന്ന എല്ലാവരോടും, ഇരിക്കുന്നവരോടും നിൽക്കുന്നവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ എവിടം തൊട്ട് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പാണ് ജയറാമേട്ടൻ പറഞ്ഞൊരു കാര്യം, അതായത് ആ ഒരു ലാസ്റ്റ് സിനിമ, നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആ ഒരു സിനിമയുടെ കഥ കാറിൽ ഇരുന്നിട്ടാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പം തന്നെ പാർവതി മാമിനെ വിളിച്ചു. അപ്പോൾ പാർവതി മാം പറഞ്ഞു നല്ല സിനിമയാണെങ്കിൽ ഓക്കെ. അതുപോലെ ഈ ഒരു സമയത്ത് കാളിദാസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സിനിമയാണെന്ന് കൂടി ജയറാമേട്ടൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അച്ഛനും മകനുമായിട്ടുള്ള കഥകൾ ഞങ്ങളെ തേടി നിറയെ വരാറുണ്ട്. പക്ഷേ കാളി തന്നെ പറയാറുണ്ട്, എന്തെങ്കിലും അതിനകത്തൊരു ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരു ഇഷ്ടം തോന്നി. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പക്ഷേ ഈ സിനിമ ഗോകുലം ചെയ്യുന്നു എന്ന് പറഞ്ഞത് തൊട്ടാണ് ഈ സിനിമ ഓണാവുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഇതിലേക്ക് എൻ്ററാവുന്നു. ആശാ ശരത്ത് വരുന്നു, മറ്റേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഷാനി തൊട്ട് എല്ലാവരും. ഞാൻ ഓരോ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. പ്രജിത്തിനെ പോലത്തെ ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വരുന്നു, ഷെഫീഖിനെ പോലത്തെ ഒരു എഡിറ്റർ വരുന്നു, സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു, ബാക്കി സ്വരൂപിനെ പോലത്തെ ഒരു ക്യാമറാമാൻ വരുന്നു. അങ്ങനെ എല്ലാം കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം. സോ അങ്ങനെയാണ് ആശകൾ 1000 എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം. ഗീതാ പ്രഭാകർ അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന അമ്മയല്ല, അവസ്ഥ കൊണ്ട്, അവരുടെ പൊസിഷൻ കൊണ്ട് അവർ എല്ലാവരെയും ഒന്ന് പേടിച്ചു പോകുന്നതാണ്. ഇതിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരും എൻ്റെ പേരും ഒന്നാണ്. ആശ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സിനിമയിലും. ആശ ഒരു പാവം വീട്ടമ്മയാണ്. ഹരിഹരൻ്റെ സ്നേഹനിധിയായ ഭാര്യ, അജീഷിൻ്റെ സ്നേഹനിധിയായ അമ്മ, മോളുടെയും അതെ. പക്ഷേ അവരുടേതായിട്ടുള്ള കുറുമ്പുകൾക്ക് കൂട്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ അമ്മമാരെയൊക്കെ പോലെ എന്തൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ യങ് വൈബുള്ള ഒരു ജെൻസി വൈബുള്ള നിങ്ങളുടെയൊക്കെ അമ്മമാരെ പോലത്തെ ഒരമ്മയാണ് ആശ എന്ന് പറയുന്ന കഥാപാത്രം. എല്ലാവർക്കും ഇതൊരു മറ്റൊരു സിനിമ, അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നൊരു സിനിമ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഒരു 23 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അപ്പയുടെ കൂടെ ആക്ട് ചെയ്യുന്ന, ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഹോൾ ജേർണി എനിക്ക് ഭയങ്കര ഇമോഷണലി ഒരുപാട് മെമ്മറീസ് എനിക്കുണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിലും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് മെയിൻലി ഗോപാലൻ സർ, മൂർത്തി ചേട്ടൻ ആൻഡ് പ്രേതേട്ടൻ, ജൂഡേട്ടൻ, ഇവരോടൊക്കെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ കുറേ നാൾ ഒരു ജയറാം സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത കുറേ ഇമോഷൻസ്, കുറേ നല്ല മൊമെൻറ്റ്സ് തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ടാവും. സിനിമയിലും അപ്പയുടെ മകനായിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ ആ ഒരു ഫ്രീഡം എടുക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ ആശകൾ 1000. തിയേറ്ററിൽ February 6th. ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, നല്ലൊരു സിനിമയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ പടം കണ്ടതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, ഇത് ഒരു കുടുംബത്തിന് പറ്റിയ കഥയാണ്. ഏറ്റവും സന്തോഷകരമായി 2 മണിക്കൂർ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ജനങ്ങളൊക്കെ ഏറ്റെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.